ചെമ്പനീർ പൂവിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി ഭാഗത്തെ പറ്റിയാണ് പറയുന്നത്. ഒരു ദിവസം വർഷ തൻ്റെ 1-2 ഡ്രസ്സെല്ലാം രേവതിയുടെ അടുത്ത് അലക്കാനായിട്ട് കൊടുക്കുകയാണ്. അതേ സമയത്ത് തന്നെയാണ് ശ്രുതിയാണെങ്കിലും ശ്രുതിയുടെ ഒരു ഷർട്ട് ഇപ്പോൾ അലക്കിയിടണമെന്നും പറഞ്ഞ് രേവതിയുടെ കയ്യിൽ കൊണ്ട് കൊടുക്കുന്നത്. രേവതിയോടായിട്ട് പ്രത്യേകം പറഞ്ഞ് ഏൽപ്പിക്കുന്നുണ്ട്, പിന്നെ ഇത് വാഷിംഗ് മെഷീനിലൊന്നും ഇടണ്ട കേട്ടോ, കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് കലക്കിയിട്ടാൽ മാത്രം മതി. വില കൂടിയ ഷർട്ട് ആയതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. എന്നാൽ ഇത് കേൾക്കേണ്ട താമസം രേവതി എടുത്തടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, എന്നെ കൊണ്ട് പറ്റില്ല എന്ന്. ശ്രുതിയുടെ ഷർട്ട് തിരുമ്പാനും പുതിയ കാര്യങ്ങൾ നോക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ലെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്. നിനക്ക് വേണമെങ്കിൽ നീ അവൻ്റെ ഷർട്ട് കഴുകിയിട്ടോ, എന്നെ കൊണ്ട് പറ്റില്ലെന്ന് തന്നെ ഉറപ്പിച്ചും പറയുകയാണ് രേവതി. അപ്പോൾ ഈ സംസാരമെല്ലാം കേട്ടുകൊണ്ട് അങ്ങോട്ട് ചന്ദ്രമതിയും വരുന്നുണ്ട്. എന്നിട്ട് ശ്രുതിയോടായിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, എന്താ കാര്യം? അപ്പോൾ ശ്രുതി പറയും, അത് പിന്നെ ആൻറ്റി, ഞാൻ ഇവളുടെ അടുത്ത് ശ്രുതിയുടെ ഈ ഷർട്ട് ഒന്ന് അലക്കിയിടാൻ വേണ്ടി പറഞ്ഞു. എനിക്കാണെങ്കിൽ നല്ല ബിസിയാണ്, ഒരു കസ്റ്റമറെ പോയി കാണേണ്ടതുണ്ട്, എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ രേവതിയോടൊന്ന് പറഞ്ഞതാ. അപ്പൊ ഇവള് പറയാ എനിക്ക് പറ്റില്ലെന്ന്, ശ്രുതിയുടെ കാര്യങ്ങളൊന്നും നോക്കാൻ ഇവൾക്ക് സാധിക്കില്ലെന്ന്. ചന്ദ്രമതി ആണെങ്കിലും രേവതിയെ എങ്ങനെയൊക്കെ കുറ്റം പറയാമെന്ന് നോക്കിക്കൊണ്ട് നിൽക്കുകയാണല്ലോ. അത് കേൾക്കേണ്ട താമസം ചന്ദ്രമതി ദേഷ്യത്തോടെ, എന്താടി നിനക്ക് ശ്രുതിയുടെ ഒരു ഷർട്ട് അലക്കിയിട്ടാ? നീ ശ്രീകാന്തിന്റെയും വർഷയുടെയും ഒക്കെ അലക്കിയിടുന്നുണ്ടല്ലോ, ആ കൂട്ടത്തിലെ ഈ ശ്രുതിയുടെ ഷർട്ടും കൂടെ അലക്കിയിട്ടെന്നും വെച്ച് നിന്റെ കയ്യിലെ വളയൊന്നും ഊരി പോകാൻ പോകുന്നില്ല. എന്നാൽ രേവതി ചന്ദ്രമതിയോടും പറയുന്നത് എനിക്ക് പറ്റില്ല എന്ന് തന്നെയാണ്. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ശ്രുതിയുടെ കാര്യങ്ങളൊന്നും ഞാൻ നോക്കില്ലെന്ന്. പിന്നെ വീണ്ടും വീണ്ടും എന്തിനാ എന്നെ ഇങ്ങനെ നിർബന്ധിക്കുന്നത്? രേവതിക്ക് സപ്പോർട്ട് ആയിക്കൊണ്ട് തന്നെ വർഷ പറയുന്നുണ്ട്, എന്താ ആന്റി ഇത്, ചേച്ചി ഇവിടെ എന്തൊക്കെ ജോലികളാ ഓരോ ദിവസവും ചെയ്യുന്നത്? ഈ വീട്ടിലെ എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കുന്നത് ചേച്ചി തന്നെയല്ലേ? എന്നിട്ട് നിങ്ങളൊക്കെ എന്താ ചേച്ചിയോട് ഇങ്ങനെ സംസാരിക്കുന്നത്? ഏതായാലും ആന്റി ഒരു കാര്യം ചെയ്യ്, ആന്റിയും കൂടെ ചേച്ചി സഹായിക്കാൻ വേണ്ടി നിൽക്ക്, അലക്കാൻ വേണ്ടി സഹായിക്കുക. അങ്ങനെ അക്കൂട്ടത്തിൽ ശ്രുതിയുടെ ഷർട്ടും ആന്റി തന്നെ അങ്ങോട്ട് അലക്കിയിട്ടോ. വർഷയുടെ ഈ സംസാരം എല്ലാം കേട്ട് ചന്ദ്രമതിക്ക് ഉത്തരം മുട്ടി പോകുന്നുണ്ട്. വർഷയോട് ചൂടാവാനും സാധിക്കില്ലല്ലോ. എങ്കിലും രേവതിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെ സംസാരിക്കുകയാണ്, ഇവൾക്ക് അതിന് മാത്രം ഇവിടെ എന്താ ഇത്ര വലിയ ജോലി? പിന്നെ ഈ അലക്കലും പിഴിയലും ഒക്കെ ഇവൾക്ക് ചെയ്യാൻ വലിയ ഇഷ്ടമാണ്, അതുകൊണ്ട് ഇതൊക്കെ ഇവള് തന്നെ ചെയ്തോളും. ശ്രുതിയാണെങ്കിലും രേവതിയെ കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട്, അതേ വർഷേ, ഇവള് നമ്മളെപ്പോലെ ഒന്നും അല്ലല്ലോ. നമുക്കാണെങ്കിൽ രാവിലെ ഇവിടുന്ന് ജോലിക്ക് പോകേണ്ടതുണ്ട്, പിന്നെ വൈകിട്ട് ക്ഷീണിച്ചായിരിക്കും വരുന്നത്. ഇവൾക്ക് നല്ല സുഖമല്ലേ, അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് തീർത്താ പിന്നെ സുഖമായിട്ട് ഇവിടെ ഇരിക്കുകയും കിടക്കുകയും ഒക്കെ ചെയ്യാലോ. നമുക്ക് അതുപോലെയാണോ? ഉടനെ വർഷ തിരിച്ചു പറയുന്നുണ്ട് കേട്ടോ, അതെന്താ ചേച്ചി അങ്ങനെ പറയുന്നത്? ഒരു ജോലിയും നിസ്സാരമായിട്ട് കാണരുത് കേട്ടോ. അടുക്കള ജോലിയും വീട്ടുജോലിയും ഒക്കെ നല്ല പ്രയാസപ്പെട്ട ജോലി തന്നെയാ. ഈ ജോലി പുറത്തു പോയിട്ട് രേവതി ചേച്ചി ചെയ്തിരുന്നെങ്കിലേ എത്ര രൂപ സമ്പാദിക്കുമായിരുന്നു. പിന്നെ ഞാനിവിടെ വന്നത് മുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയതാ, എല്ലാ ജോലിയും ചെയ്യുന്നത് രേവതി ചേച്ചി തന്നെയാ. ചേച്ചിയെ ഞാൻ അക്കാര്യത്തിൽ സമ്മതിച്ചിരിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളാ ഓരോ ദിവസവും ചേച്ചി ചെയ്യുന്നത്. ഏതായാലും രേവതിയോടായിട്ട് വർഷ ഇവിടെ തന്നെ നിൽക്കാനും ഞാനിപ്പോ വരാമെന്നും പറഞ്ഞ് തന്റെ റൂമിലോട്ട് പോയിട്ട് തന്റെ പേഴ്സിൽ നിന്ന് ഒരു 2000 രൂപ എടുത്ത് വരികയാണ്. എന്നിട്ട് ആ 2000 രൂപ രേവതിയുടെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് ഇത് വാങ്ങിക്കാൻ ആവശ്യപ്പെടുകയാണ് കേട്ടോ. രേവതിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല ഇതെന്താന്ന് ചോദിക്കുമ്പോൾ. അത് പിന്നെ ചേച്ചിക്കും എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ ഉണ്ടാവുമല്ലോ, അതുപോലുള്ള ആവശ്യങ്ങൾക്കൊക്കെ ചേച്ചിക്ക് ഇത് ഉപകരിക്കും, അതുകൊണ്ട് ഇത് കയ്യിൽ വെക്കാൻ പറഞ്ഞ് രേവതിയുടെ കയ്യിൽ ആ പൈസ പിടിപ്പിക്കാൻ നോക്കുന്നുണ്ട് വർഷ. എന്നാൽ രേവതിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. രേവതി ചോദിക്കുന്നുണ്ട്, നീ എന്താ വർഷേ എന്നെ വേലക്കാരിയാക്കാൻ നോക്കുവാണോ? അയ്യോ ചേച്ചി, അങ്ങനെയൊന്നുമല്ല, ചേച്ചിയുടെ കാര്യങ്ങൾക്ക് പൈസ വേണ്ടേ? ഞങ്ങളാണെങ്കിൽ ജോലിക്കും പോകുന്നുണ്ട്, ശമ്പളവും കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഇനി എല്ലാ മാസവും ചേച്ചിക്ക് എന്റെ വകയായി കുറച്ച് പോക്കറ്റ് മണി ഞാൻ തരാമെന്ന് തീരുമാനിച്ചിരിക്കുക. ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ കാര്യം എനിക്കറിയാം, കിട്ടുന്നത് മുഴുവൻ കുടിക്കാൻ മാത്രമല്ലേ തികയത്തുള്ളൂ, അതുകൊണ്ട് ചേച്ചിയുടെ ആവശ്യങ്ങളൊന്നും നടക്കില്ലല്ലോ. ഇനി ഞാൻ ചേച്ചിക്കായിട്ട് മാസാമാസം പൈസ തരാം. അന്ന് ചന്ദ്രാന്റിക്ക് ശ്രുതി ചേച്ചി പൈസ കൊടുത്തല്ലോ, അതുപോലെ തന്നെയാ എൻ്റെ ചേച്ചിക്ക് ഞാൻ കൊടുക്കുന്ന പോലെ തന്നെയാ ഈ പൈസ തരുന്നത്, അതുകൊണ്ട് വാങ്ങാൻ പറയുന്നുണ്ട് വർഷ. ഈ സമയം ചന്ദ്രമതി ആണെങ്കിൽ ശ്രുതിയുടെ മുഖത്തേക്കൊന്ന് നോക്കുന്നുണ്ട്. ഇനി ഇവളെങ്ങാനും എന്നെ വേലക്കാരിയെ പോലെ കണ്ടിട്ടാണോ പൈസ തരുന്നതെന്ന് അറിയില്ലല്ലോ, ആ രീതിക്കാണ് നോക്കുന്നത്. അത് മനസ്സിലാക്കുന്ന ശ്രുതി പറയുന്നുണ്ട്, ഞാൻ ആന്റിയെ ഇവിടുത്തെ വേലക്കാരിയെ പോലെ കണ്ടിട്ടൊന്നുമല്ല പൈസ കൊടുത്തത്, എന്റെ പാർലറിൽ നിന്ന് കിട്ടുന്ന ചെറിയൊരു ഏണിങ്സ് ഞാൻ ആന്റിക്കായിട്ട് കൊടുക്കാമെന്ന് കരുതിയാ, അത് ഞാൻ എൻ്റെ അമ്മയ്ക്ക് കൊടുക്കുന്ന പോലെ തന്നെയാണ് കൊടുത്തത്. അപ്പോൾ വർഷയും പറയും, ഇത് ഞാൻ എൻ്റെ ചേച്ചിക്ക് കൊടുക്കുന്ന പോലെയാണ് രേവതി ചേച്ചിക്ക് കൊടുക്കുന്നത്. ശ്രുതിയാണെങ്കിൽ ചന്ദ്രമതിക്ക് മാസാമാസം പൈസ കൊടുക്കുന്നതിന് ഒരു കാരണമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ കണ്ടു, വർഷയുടെ മമ്മി മഹിമ വന്നിട്ട് ഒരു 50 പവൻ സ്വർണം വർഷയ്ക്കായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നല്ലോ. ആ സമയത്ത് ചന്ദ്രമതി ഇനി മുതൽ വർഷയെ കൂടുതൽ സ്നേഹിക്കുകയോ
തനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന വില വർഷയ്ക്ക് കൊടുക്കുക എന്നൊക്കെയുള്ള കാര്യത്തിൽ അത് ഓർത്തിട്ട് ശ്രുതിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു അവസരത്തിൽ ശ്രുതി തന്നെയാണ് ചന്ദ്രമതിയെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് തനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആ വില വർഷയിലേക്ക് പോകാതിരിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഇനി മുതൽ ആന്റിക്ക് എല്ലാ മാസവും 5000 രൂപ തരാം എന്നൊക്കെ പറഞ്ഞ് ശ്രുതി ചന്ദ്രമതിക്കായിട്ട് 5000 രൂപ കൊടുക്കുന്നത്. അങ്ങനെ വർഷ കൊടുത്ത ആ പൈസ രേവതി വാങ്ങിക്കുന്നുണ്ട്. ഒരുപാട് സങ്കടത്തോടു കൂടിയാണ് രേവതി അത് വാങ്ങുന്നത്. അങ്ങനെ അതും കൊടുത്ത് വർഷ അവിടുന്ന് പോകുമ്പോൾ ചന്ദ്രയും ശ്രുതിയും ഒക്കെ ആണെങ്കിൽ ഒരുമാതിരി വല്ലാത്ത നോട്ടം നോക്കുന്നുണ്ട് രേവതിയെ. എന്നിട്ട് രേവതിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുന്നുണ്ട്, ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നീ അവളെ എന്തിനാ ഇങ്ങനെ സോപ്പിട്ട് അടുത്ത് കൂടുന്നതെന്ന്. വർഷമോള് കോടീശ്വരിയല്ലേ, അവളുടെ കയ്യിൽ നിന്ന് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കിട്ടാനായിരിക്കും സോപ്പിട്ട് കൂടെ കൊടുന്നത് അല്ലേടി. ശ്രുതിയും പറയുന്നുണ്ട്, രേവതി നീ ഇവിടുത്തെ വെറും വേലക്കാരിയാ. ഇനി മാസാമാസം വർഷ നിനക്ക് പൈസ തരും. എന്തായാലും എനിക്കാ തെറ്റുപറ്റിയത്. ഞാൻ ഈ ഷർട്ട് അലക്കാൻ കൊടുക്കുന്ന സമയത്തെ കുറച്ച് പൈസ കൂടെ നിനക്ക് തരണമായിരുന്നു. എന്നാൽ ഇവളെ അലക്കി തരുമായിരുന്നു. ഇവരുടെ രണ്ടുപേരുടെ ഈ കുത്തുവാക്കുകളെല്ലാം കേട്ട് രേവതി വളരെ സങ്കടത്തോടെ നിൽക്കുകയാണ്. ചന്ദ്രമതി ആണെങ്കിൽ രേവതിയെ കൊണ്ട് എങ്ങനെയെങ്കിലും ഈ വീട്ടിലെ പണികളെല്ലാം ചെയ്യിപ്പിച്ച് അവളെ ഇവിടെ ഇട്ട് കഷ്ടപ്പെടുത്തണമെന്നും പൊറുതിമുട്ടുന്ന സമയത്ത് രേവതി സച്ചിയെയും കൂട്ടി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുമല്ലോ. അങ്ങനെ സച്ചിയുടെയും രേവതിയുടെയും ശല്യം പിന്നീട് ഉണ്ടാവുകയില്ല. അതുകൊണ്ട് വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യിപ്പിച്ച് രേവതിയെ എങ്ങനെയെങ്കിലും കഷ്ടപ്പെടുത്തി ഇവിടുന്ന് ഓടിക്കണമെന്നാണ് ചന്ദ്രമതി മനസ്സിൽ തീരുമാനിച്ചുറപ്പിക്കുന്നത്. അങ്ങനെ രേവതിയോടായിട്ട് ചന്ദ്രമതി, നീയെ മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം. ചിക്കനും മട്ടനും മീനും എല്ലാം വാങ്ങിച്ചോ. ശ്രുതിക്കാണെങ്കിൽ മീൻകറി വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് നല്ല മീൻകറി തന്നെ ശ്രുതിക്കായിട്ട് ഉണ്ടാക്കണം. പിന്നെ വർഷയ്ക്ക് ചെറുതായ ഒരു കോൾഡൊക്കെ ഉണ്ട്, തൊണ്ടവേദനയാണെന്ന് എന്നോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് നല്ല ചിക്കൻ സൂപ്പ് ഉണ്ടാക്കിക്കോ. ശ്രുതിക്കാണെങ്കിൽ ചപ്പാത്തിയും ചിക്കൻ കറിയും. ശ്രീകാന്തിനും അത് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് അവൻ അത് കഴിച്ചോളും. പിന്നെ എനിക്കും രവിയേട്ടനും വേണ്ടിയിട്ട് ചീരക്കറിയും വെക്കണം. അങ്ങനെ ചന്ദ്രമതിയുടെ ഈ ആജ്ഞകളെല്ലാം കേട്ട് രേവതി തന്നെയാണ് മാർക്കറ്റിലൊക്കെ പോയി അലഞ്ഞു തിരിഞ്ഞ് ആകെ വെയിലൊക്കെ കൊണ്ട് ക്ഷീണിച്ച് എല്ലാം വാങ്ങിക്കൊണ്ട് കയറി വരുന്നത്. ഇതേ സമയം തന്നെ ഇത്രയും ജോലി കൂടെ പറഞ്ഞത് കേൾക്കുമ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, അമ്മ എല്ലാവരുടെയും ഇഷ്ടങ്ങൾ പറഞ്ഞു, സച്ചിയേട്ടന്റെ ഇഷ്ടം മാത്രം പറഞ്ഞില്ലല്ലോ. അപ്പൊ ചന്ദ്രമതി പറയും, അത് പിന്നെ അവൻ എന്തെങ്കിലുമൊക്കെ കഴിച്ചോളും, നീ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യ്, അവര് വരുന്നതിന് മുമ്പേ തന്നെ എല്ലാം റെഡിയാവണം എന്നൊക്കെ രേവതിയെ പറഞ്ഞ് ഏൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ പാവം രേവതിയാണെങ്കിലോ എല്ലാവർക്കും വേണ്ടിയുള്ള പലതരത്തിലുള്ള ഫുഡ് ഐറ്റംസ് എല്ലാം ഉണ്ടാക്കി വെക്കുന്നു. അങ്ങനെ എല്ലാം ഉണ്ടാക്കിയതിനു ശേഷം വെള്ളവും കുടിച്ച് അടുക്കളയിൽ നിന്ന് വരുന്ന സമയത്തായിരിക്കും ചന്ദ്രമതി അലക്കാനുള്ള ഒരു കുന്നോളം തുണിയെടുത്തിട്ട് രേവതിയുടെ മുഖത്തേക്ക് അങ്ങ് എറിഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ട് ദേഷ്യത്തോടെ കൽപ്പിക്കുന്നുണ്ട്, നീയേ ഇതുകൂടെ അങ്ങ് അലക്ക്. രേവതിയാണെങ്കിൽ അതും അപ്പോൾ തന്നെ ചെയ്യുന്നു. അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കലും അലക്കലും എല്ലാം കഴിഞ്ഞ് രേവതി ഒരു ഭാഗത്ത് ഇരിക്കാൻ തുടങ്ങുമ്പോഴാണ് അടുത്ത ജോലി കൊണ്ട് കൊടുക്കുന്നത്. എല്ലാ തരത്തിലും രേവതിയായിട്ട് കഷ്ടപ്പെടുത്തുകയാണ് ചന്ദ്രമതി. സച്ചി ജോലിയെല്ലാം കഴിഞ്ഞ് ഒരുപാട് വൈകിട്ടാണ് വരുന്നത്. അപ്പോഴും രേവതിയുടെ ജോലി ഒന്നും കഴിഞ്ഞു കാണില്ല, അടുക്കളയിൽ തന്നെയായിരിക്കും. എന്നിട്ട് സച്ചി അത് കാണുമ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, അല്ല രേവതി, നിന്റെ ജോലി ഒന്നും ഇതുവരെ കഴിഞ്ഞില്ലേ? ഇല്ലെന്നും ഈ പാത്രം കൂടെ കഴുകി വെക്കാനുണ്ടെന്നും രേവതി പറയുന്നുണ്ട്. അല്ല സച്ചിയേട്ടൻ, ഞാൻ ചോറെടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കഴിച്ചിട്ടാണ് വന്നതെന്ന് പറയുന്നുണ്ട് സച്ചി. എനിക്കൊരു ഗ്ലാസ് ചൂടുവെള്ളം മാത്രം മതി എന്ന് പറഞ്ഞ് തൻ്റെ റൂമിലോട്ട് പോകുന്നു. രേവതിയാണെങ്കിൽ പാത്രമെല്ലാം കഴുകി വെച്ച് സച്ചിക്കുള്ള വെള്ളവുമായിട്ട് ചെല്ലുകയാണ്. സച്ചി ആദ്യമേ ചോദിക്കുന്നുണ്ട് രേവതിയോട്, നീ ഒന്നും കഴിച്ചില്ലേ എന്ന്. കഴിച്ചെന്ന് മറുപടി കൊടുക്കുന്ന രേവതിയോട് ഇന്ന് എന്തൊക്കെയാ ഉണ്ടാക്കിയതെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ശ്രുതിക്ക് ഇഷ്ടപ്പെട്ട മീൻകറി ഉണ്ടാക്കി. അതുപോലെ വർഷയ്ക്ക് ചിക്കൻ സൂപ്പ്, ശ്രുതിക്കും ശ്രീകാന്തിനും വേണ്ടി ചപ്പാത്തിയും ചിക്കൻ കറിയും, പിന്നെ അച്ഛനും അമ്മയ്ക്കും ചീരക്കറി ഉണ്ടാക്കാൻ പറഞ്ഞു. എന്നിട്ട് നിനക്ക് ഇഷ്ടപ്പെട്ടത് എന്താ നീ ഉണ്ടാക്കിയത് എന്ന സച്ചിയുടെ ചോദ്യം കേട്ട് ഞാൻ അതിലെല്ലാം ഉണ്ടായിരുന്ന ബാക്കി ഭാഗം കഴിച്ചു, എനിക്കത് മതിയല്ലോ എന്ന് പറയുന്നുണ്ട് രേവതി. ഇത് കേൾക്കുന്ന സച്ചിക്ക് നല്ല വിഷമാവുന്നുണ്ട് കേട്ടോ. രേവതി തുടർന്ന് പറയുന്നുണ്ട്, ഞാനിവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ വെച്ചുണ്ടാക്കി വിളമ്പാനും വീട് അടിച്ചു തുടയ്ക്കാനും അങ്ങനെ എല്ലാത്തിനുമുള്ള ഒരു വേലക്കാരി മാത്രമല്ലേ. എനിക്കായിട്ട് ഇവിടെ എന്തുണ്ടാക്കാനാ? വർഷയ്ക്കും ശ്രുതിക്കും ഒക്കെ ജോലി ഉണ്ടല്ലോ, എനിക്ക് മാത്രമില്ല. അപ്പൊ പിന്നെ എനിക്ക് വെറും ഒരു വേലക്കാരത്തിയുടെ സ്ഥാനമല്ലേ ഇവിടെ കിട്ടുകയുള്ളൂ. രേവതിയുടെ ഈ വാക്കുകൾ കേട്ട് സച്ചി ചോദിക്കുന്നുണ്ട്, നീ എന്താ അങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ വീട്ടുജോലിയൊക്കെ നീ മാത്രം എടുക്കാതെ അത് എല്ലാവരെ കൊണ്ടും ചെയ്യിപ്പിക്കണമെന്ന്? പിന്നെ നീ വരുന്നതിന് മുമ്പ് ഇവിടെ ഒരു വേലക്കാരത്തി ഉണ്ടായിരുന്നതാ. നീ വന്നതിന് ശേഷം അമ്മ അവളെ പറഞ്ഞു വിട്ടു. ഏതായാലും ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല രേവതി, നിന്നെ ഇവിടെ പണിയെടുപ്പിച്ച് അമ്മ ഒരു വശമാക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു സെർവന്റിനെ വെക്കണമെന്ന് ഞാൻ അച്ഛനോട് പറയാൻ പോവാ. രേവതി പറയുന്നുണ്ട്, എനിക്ക് സ്വന്തമായിട്ട് വരുമാനമൊന്നും ഇല്ലല്ലോ, അതുകൊണ്ടാണ് അമ്മ എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. അതൊന്നും സാരമില്ല സച്ചേട്ടാ, ഞാനേ ഒന്ന് കിടക്കട്ടെ, എനിക്ക് നല്ല ക്ഷീണം എന്ന് പറഞ്ഞ് രേവതി കിടക്കുന്നുണ്ട്. എന്നാൽ രേവതി തിരിഞ്ഞു കിടന്ന് കരയുന്നത് സച്ചി ശ്രദ്ധിക്കുന്നുണ്ട്.
രേവതിയുടെ ആ അവസ്ഥ മനസ്സിലാകുന്ന സച്ചിയാണെങ്കിൽ മനസ്സിലൊരു തീരുമാനം എടുക്കുന്നുണ്ട്. രേവതിയുടെ കഴിവിനനുസരിച്ച് ഒരു കുഞ്ഞു പൂക്കട ഇട്ട് കൊടുക്കാമെന്ന്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ ഒരു കുഞ്ഞു പൂക്കട വീടിന് മുമ്പിൽ സെറ്റ് ചെയ്യുന്നുണ്ട് സച്ചി. സർപ്രൈസ് ആയിട്ട് അത് രേവതിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ചന്ദ്രമതിയുടെ ആ പേരായിരിക്കും കേട്ടോ പൂക്കടയ്ക്ക് ഇട്ടിട്ടുണ്ടാവുക. അത് കാണുന്നതും ചന്ദ്രമതിക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള രസകരമായിട്ടുള്ള ഭാഗങ്ങളൊക്കെയാണ് ഇനി വരാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. താങ്ക്